രാമചന്ദ്രാഭിഷേകം ശ്രീരാമചന്ദ്രാഭിഷേകം സീതയാ സഹിത രാമചന്ദ്ര രഘുവീരരാജ്യാഭിഷേകം ശ്രീനീലകണ്ഠാഭിഷേകം ആഞ്ജനേയ പരിസേവ്യൻ ധീരഭരതാഭിപൂജ്യൻ വീരലക്ഷ്മണ കുമാര ശത്രുഘ്ന സോദരാർച്ചിത പദാബ്ജൻ ശ്രീനീലകണ്ഠ ഹൃദയേശൻ. ദുഃഖത്തെ ദൂരീകരിക്കുക, അവരുടെ മനസ്സിന് സന്തോഷം വരുത്തുക, സമാശ്വാസം വരുത്തുക, അതാണ് തന്റെ കർത്തവ്യം. താൻ ദുഃഖിച്ചു പോയി കഴിഞ്ഞാൽ തനിക്ക് ഈ കർത്തവ്യം നിർവഹിക്കാൻ കഴിയാതെ വരും. അതുകൊണ്ട് തനിക്ക് കരയാൻ അവകാശമില്ല എന്ന് സ്വന്തം മനസ്സിനെ പലപാട് പഠിപ്പിച്ചുകൊണ്ട് വല്ലവിധേനയും തന്നെ നിയന്ത്രിച്ച്, എന്നിട്ടും കണ്ഠം ഇടറുന്നുണ്ട്. അങ്ങനെ ഇടറുന്ന കണ്ഠത്തോടുകൂടി വിറയ്ക്കുന്ന കൈവിരലുകളോടുകൂടി സുമന്ത്രര് ദേവിയോട് പറയുന്നു, അല്ലയോ ദേവി, ത്യജ ശോകം ച മോഹം ച സംഭ്രമം ദുഃഖജം തഥാ. ദുഃഖം മൂലം അമ്മയുടെ മനസ്സിൽ ഉണ്ടായിരിക്കുന്നതായ ശോകത്തെ പൂർണ്ണമായിട്ടും ഉപേക്ഷിച്ചാലും ദുഃഖം മൂലം ഹൃദയത്തിൽ ഉണ്ടായിരിക്കുന്നതായ മോഹത്തെ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതായ വിചാരത്തിന് കടന്നു വരാൻ പറ്റാത്ത രീതിയിൽ അജ്ഞാനത്തിൽ വീണുപോകുന്ന മാനസികാവസ്ഥ, അതാണ് മോഹം. ആ മോഹത്തെയും ദൂരീകരിച്ചാലും അതേപോലെ സംഭ്രമങ്ങളെയും, കൃത്യമായി മനസ്സ് നിൽക്കേണ്ടിടത്ത് നിൽക്കുന്നില്ല, വേപത്ത് കൊണ്ടുകൊണ്ട് ഈ വിപത്തിനെ ദൂരീകരിക്കാൻ എന്തു വേണം എന്ന് പോലും അറിയാതെ ഇങ്ങനെ വിറച്ച് പാഞ്ഞു നടക്കാണ്. അതുകൊണ്ടാണ് കൂടെ കൂടെ മോഹം വന്നുപെടുന്നത്, മോഹാലസ്യവും വന്നുപെടുന്നത്. അങ്ങനെയുള്ളതായ ഈ ദുഃഖത്തിനെല്ലാം കാരണം രാമവിയോഗമാണ്. ആ ദുഃഖത്തെ നിയന്ത്രിച്ചാലും അതിനെ ഉപേക്ഷിച്ചാലും ദുഃഖത്തെ, എന്നിട്ട് വ്യവധൂയച സന്താപം വനേ വത്സ്യതി രാഘവ. സന്താപത്തെ, മനസ്സിലെ വേദനകളെ ദൂരീകരിച്ചാലും, അല്ലയോ അമ്മേ, അമ്മ സമാധാനിക്കണം. സുമന്ത്രരെ മഹാമന്ത്രി മഹാറാണിയോട് പറയാണ്, അമ്മ സമാധാനിക്കണം. ശ്രീരാമചന്ദ്രന്റെയും സീതയുടെയും ലക്ഷ്മണന്റെയും കുശലമാണ് അമ്മ എപ്പോഴും ആഗ്രഹിക്കുന്നത്. ഏതൊരു മാതാവും അങ്ങനെ തന്നെ ആയിരിക്കും. അത് അമ്മമാരുടെ സ്വഭാവമാണ്, അത് മനുഷ്യ സഹജമാണ്. അല്ലയോ അമ്മേ, രാമൻ കുശലത്തോടുകൂടി കാനനത്തിൽ വസിക്കുന്നു. ഇതിൽ പരം സമാധാനത്തിന് മറ്റെന്ത് വാർത്ത വേണം? രാമൻ സുഖത്തോടുകൂടിയാ വസിക്കുന്നത്. ഇവിടെ നിന്നിട്ട് കാനനത്തിലേക്ക് പോകേണ്ടി വന്നു, ശരി തന്നെയാണ്. എല്ലാവർക്കും ദുഃഖമുണ്ട്, ശരി തന്നെയാണ്. പക്ഷേ രാമന് ദുഃഖമില്ല, സീതാദേവിക്ക് ദുഃഖമില്ല, ലക്ഷ്മണന് ദുഃഖമില്ല. ഏതവസ്ഥയെയും ആനന്ദത്തോടു കൂടിയിട്ട് സ്വീകരിക്കുന്ന മനോഭാവമാണ് സന്തുലിത മാനസരായിട്ടുള്ള ആ 3 പേരുടെയും സ്വഭാവം. അതുകൊണ്ട് രാമൻ വേദനിക്കുന്നില്ല, കഷ്ടപ്പെടുന്നില്ല. രാമൻ സന്തോഷത്തോടുകൂടി കാട്ടിൽ വസിക്കുന്നു. രാമൻ സന്തോഷത്തോടുകൂടി കാട്ടിൽ വസിക്കുന്നു എന്ന് അറിഞ്ഞ് അമ്മ സ്വയം സമാധാനിക്കുക. ലക്ഷ്മണൻ അവിടെ എന്ത് ചെയ്യുന്നു എന്ന് ഞാൻ കേൾപ്പിക്കാം, ഞാൻ നേരിൽ കണ്ടത് കേൾപ്പിക്കാം. ഇവിടെ നിന്ന് 3 പകലുകൾ കൊണ്ട് അവിടെ ആ ഗംഗാതീരത്ത് എത്തിച്ചേരുന്നത് വരെയും അന്ന് അവിടെ വസിച്ചിട്ട് അടുത്ത പുലരിയിൽ അവർ 3 കൂടി ഗുഹനാൽ ഗംഗ തരണം ചെയ്ത് അപ്പുറത്തെത്തി കാനനങ്ങൾക്കുള്ളിൽ മറയുന്നതുവരെയും സീതയും ലക്ഷ്മണനും രാമനോട് എങ്ങനെ പെരുമാറി എന്നുള്ളത് എനിക്കറിയാം.
ഞാൻ കേൾപ്പിച്ചു തരാം. ലക്ഷ്മണശ്ചാവി രാമസ്യ പാദവും പരിചരന്വനെ ആരാധയതി ധർമ്മജ്ഞ പരലോകം ജിതേന്ദ്രിയ. ലക്ഷ്മണൻ ജിതേന്ദ്രിയനാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ സുഖദുഃഖങ്ങളൊന്നും ബാധിക്കുന്നില്ല. ജ്ഞാനേന്ദ്രിയങ്ങളെയും കർമ്മേന്ദ്രിയങ്ങളെയും എല്ലാം സമ്പൂർണമായിട്ടും തന്റെ ചൊൽപ്പടിയിൽ നിർത്തിയിരിക്കുന്നയാളാണ് ലക്ഷ്മണൻ. ഇന്ദ്രിയങ്ങൾക്ക് അതിൻ്റെതായ സുഖങ്ങളെ അന്വേഷിച്ച് ലോകം മുഴുവൻ ഓടി നടക്കുന്ന ഒരു സ്വഭാവമുണ്ട്. അതാണ് സാധാരണ എല്ലാവരിലും കാണുക. അതിൽ നിന്ന് ഭിന്നനാണ് ലക്ഷ്മണൻ. അതാണ് ജിതേന്ദ്രിയൻ എന്ന് പറഞ്ഞത്. അത് എല്ലാവർക്കും അറിയാം. ലക്ഷ്മണനെ പരിചയിച്ചിട്ടുള്ള സകലർക്കും അറിയാം. ഇത്രയും കാലവും ലക്ഷ്മണൻ അങ്ങനെയായിരുന്നു. രാമനെ സേവിച്ചുകൊണ്ട് രാമന്റെ നിഴല് പോലെ രാമനോടൊപ്പം നിൽക്കുന്ന ലക്ഷ്മണൻ ഇപ്പോഴും അതിന് ഒരു മാറ്റവുമില്ല. ജിതേന്ദ്രിയനായ ലക്ഷ്മണൻ. അതുതന്നെ ലക്ഷ്മണന്റെ അപ്പോഴത്തെ ആ പരിചരണങ്ങളോട് ഉള്ളതായ ആത്മാർത്ഥതയെ വ്യക്തമാക്കുന്നു. അതേപോലെ തന്നെ പുതിയ കാനന പരിസ്ഥിതികളോടുള്ളതായ പ്രതികരണത്തെയും വ്യക്തമാക്കുന്നു. കാട്ടിലെ ജീവിതം ദുഃഖമയമാണ്, എല്ലാവരും അങ്ങനെ ധരിച്ചു വച്ചിട്ടുമുണ്ട്. പക്ഷേ ലക്ഷ്മണന് അത് ദുഃഖമുളവാക്കുന്നില്ല. എന്തുകൊണ്ടെന്നാൽ ഇന്ദ്രിയങ്ങളെല്ലാം ലക്ഷ്മണന്റെ നിയന്ത്രണത്തിലാണ്. ജ്ഞാനേന്ദ്രിയങ്ങൾ 5 കർമ്മേന്ദ്രിയങ്ങൾ 5 അവയെല്ലാം രാമന്റെ സേവനത്തിൽ സമർപ്പിതവുമാണ്. അതുകൊണ്ട് ബാക്കിയൊന്നും ലക്ഷ്മണന്റെ പരിഗണനയിൽ വരുന്നതേയില്ല. ദുഃഖത്തെ താൻ സഹിക്കുന്നു എന്നുള്ള വിചാരം പോലുമില്ല. ദുഃഖമേയില്ല. രാമൻ മാത്രമാണ് എല്ലാം. രാമസേവ മാത്രമാണ് എല്ലാം. ഇതൊരു മഹാതപസ്സാണ്. ആ തപസ് അനുഷ്ഠിക്കുകയാണ് ലക്ഷ്മണൻ. അതാണ് രാമസ്യ പാദവും പരിചരന്വനെ. കാട്ടില് ശ്രീരാമചന്ദ്രന്റെ പാദങ്ങളെ പരിസേവിച്ചുകൊണ്ട് ലക്ഷ്മണകുമാരൻ ആരാധേതി ധർമ്മജ്ഞ പരലോകം. ധർമ്മജ്ഞനായിരിക്കുന്ന എന്താണ് ധർമ്മം, എന്താണ് അധർമ്മം എന്ന് വേർതിരിച്ചറിയുന്ന ലക്ഷ്മണൻ, താൻ ചെയ്യേണ്ടതായ കർത്തവ്യത്തെ ഭംഗിയായി അറിയുന്ന ലക്ഷ്മണൻ, അദ്ദേഹം പരലോകത്തിലേക്കുള്ളതായ പരലോകം എന്ന വാക്കുകൊണ്ട് ഇവിടെ അർത്ഥമാക്കിയിരിക്കുന്നത് പരമാത്മ സാന്നിധ്യം. യാതൊരു പരമാത്മ തത്വമാണോ ഈ പ്രപഞ്ചത്തിൽ മുഴുവൻ ആധാരമായി നിൽക്കുന്നത്, ആ പരമാത്മ സാന്നിധ്യം, അതിലേക്കുള്ളതായ മാർഗം അത് ധർമ്മത്തിൻ്റെതാണ്. അങ്ങനെ ബ്രഹ്മ സാക്ഷാത്കാരത്തിന് വഴിയൊരുക്കുന്ന, ഏതൊരു വ്യക്തിക്കായാലും വഴിയൊരുക്കുന്ന ധർമ്മത്തിന്റെ പന്ഥാവിനെ വളരെ ഭക്തിയോടുകൂടി ആരാധിക്കുന്നു. ധർമ്മത്തിന്റെ മാർഗത്തെ ലക്ഷ്മണൻ പരിപൂർണമായിട്ട് സേവിക്കുന്നു. ലക്ഷ്മണന് അതെല്ലാം രാമപാദങ്ങളാണ്. രാമപാദങ്ങളിൽ സമർപ്പിക്കുന്ന സേവയാണ്. അത് ലക്ഷ്മണകുമാരൻ നിരന്തരം ചെയ്തുകൊണ്ടേയിരിക്കുന്നു. അതുകൊണ്ട് അല്ലയോ ദേവി, ശ്രീരാമചന്ദ്രന്റെ കാനനത്തിലുള്ളതായ ജീവിതം തെലുപോലും ദുഃഖമയമല്ല. രാമൻ ആനന്ദത്തോടുകൂടി സമാധാനത്തോടുകൂടി അയോധ്യയിൽ എന്ന പോലെ അവിടെ ജീവിക്കുന്നു എന്ന് അറിഞ്ഞുകൊള്ളുക. ഇനിയോ സീതയുടെ കാര്യമോ, ദേവിയും അങ്ങനെ തന്നെ. അയോധ്യയിൽ എത്ര കണ്ട് സന്തോഷത്തോടു കൂടിയിട്ടാണോ ദേവി കഴിഞ്ഞിരുന്നത്, അതേ പ്രകാരത്തിൽ രാമനോടൊപ്പം കാട്ടില് സീത കഴിയുന്നു. നഗരോപവനം ഗത്വ യഥാസ്മ രമതേ പുര തഥൈവ രമതേ സീത നിർജനേഷു അനേഷ്വപി. കാടുകളില് മനുഷ്യരൊന്നും തന്നെയില്ല. നാട്ടിലാണെങ്കിലോ അങ്ങനെ ആയിരുന്നില്ലല്ലോ. അയോധ്യയില് മനുഷ്യരുണ്ടെന്ന് മാത്രമല്ല, അവരെല്ലാം ഏറ്റവും വേണ്ടപ്പെട്ട ആളുകൾ. അങ്ങനെ സ്നേഹിക്കുന്ന ആളുകളുടെ നടുവിലാണ് ഇത്രയും കാലം സീത അയോധ്യയിൽ കഴിഞ്ഞത്. വിവാഹത്തിന് മുമ്പ് ജനകപുരിയിൽ കഴിഞ്ഞതും അതേ പ്രകാരത്തിൽ തന്നെ. അങ്ങനെ ആ പ്രകാരമുള്ളതായ അന്തരീക്ഷത്തെ ഇത്രയും കാലം അനുഭവിച്ചതായ സീത നിർജ്ജനമായ കാനനത്തിൽ എത്തുമ്പോഴേക്കും
വേദനിക്കും, ദുഃഖിക്കും എന്നൊക്കെ ആരും വിചാരിച്ചു പോകും. എന്നാൽ അങ്ങനെയല്ല. പിന്നെയോ ഈ നഗരത്തിലെ, അയോധ്യയിലെ ഉപവനത്തിനുള്ളിലേക്ക്, കൊട്ടാരത്തിനുള്ളിലും പുറമേയും ഉള്ളതായ ഉദ്യാനങ്ങളിലേക്ക് രാമനോടൊപ്പം പോകുന്ന അവസരത്തില് സീത എത്രമാത്രം സന്തോഷിച്ചിരുന്നുവോ അതേ രീതിയിൽ സീത ഇപ്പോഴും കാടുകൾക്കുള്ളിൽ രാമനോടൊപ്പം സന്തോഷിച്ച് സഞ്ചരിക്കുന്നു. ഉപവനത്തെ പോലെയാണ് സീത കാനനത്തെ കാണുന്നത്. ഘോരമാണെന്നും നിബിഡമാണെന്നും ജന്തുക്കളാൽ നിറഞ്ഞതാണെന്നും ഭീതിതമാണെന്നും ഒന്നുമുള്ള വിചാരം സീതയുടെ ഹൃദയത്തിലില്ല, ഉദ്യാനത്തിൽ എന്ന പോലെ. കാരണം രാമൻ കൂടെയുണ്ട്. അതിനാൽ ആ കാടുകളില് സീത സന്തോഷിക്കുന്നു, ആഹ്ലാദിക്കുന്നു. പണ്ടെങ്ങനെ ഇവിടെ അയോധ്യയിൽ ആഹ്ലാദിച്ചിരുന്നുവോ അതേ പ്രകാരത്തിൽ. ഏതുപോലെ ബാലേവ രമതേ സീത ബാലചന്ദ്ര നിഭാനന രാമേ ഹ്യധീനാത്മാ വിജനേപി വനേ സതി. സതിയായിട്ടുള്ള സീത ഭർത്താവിനോടൊപ്പം കഴിയുക, ഭർത്താവിനെ സേവിക്കുക, ഭർത്താവിനെ സ്നേഹിക്കുക, ഭർത്താവിനെ ആദരിക്കുക, ഭർത്താവിന്റെ സുഖ സമൃദ്ധിയിൽ എപ്പോഴും ശ്രദ്ധ വയ്ക്കുക. ഇതൊക്കെയാണല്ലോ കുടുംബിനിമാരായിട്ടുള്ള സ്ത്രീകളുടെ, സതികളുടെ ജീവിത രീതി. അതാണ് അവർക്ക് തപസ്. ഇതെല്ലാം അയോധ്യയിലേക്ക് വിവാഹം കഴിഞ്ഞ് വരുന്നതിന് മുമ്പ് തന്നെ ജനക മഹാരാജാവും അദ്ദേഹത്തിന്റെ പത്നിയും സീതയെ പഠിപ്പിച്ചതാണ്. അതേപോലെ മാണ്ഡവിയെയും ഊർമിളയെയും ശ്രുതകീർത്തിയെയും അവർ പഠിപ്പിച്ചു. ഒരുമിച്ച് 4 കുട്ടികളെയും പഠിപ്പിച്ചാണ് ഇങ്ങോട്ട് അയക്കുന്നത്. അതേ പ്രകാരത്തിൽ തെല്ലും മാറ്റങ്ങളൊന്നുമില്ലാതെ ഒരു കൊച്ചു പെൺകുട്ടി എങ്ങനെയാണോ തൻ്റെ ബന്ധുക്കളോടൊപ്പം, ഇഷ്ടജനങ്ങളോടൊപ്പം, ഭർത്താവിനോടൊപ്പം സ്വന്തം ഭവനത്തിൽ കഴിയുന്ന അതേ പ്രകാരത്തിലാണ് സീത കാനനത്തിൽ കഴിയുന്നത്. ബാലചന്ദ്രനിഭാനന, ഉദിച്ചുയരുന്ന ആ ചന്ദ്രനെ പോലെ ബാലഭാവത്തിൽ നിൽക്കുന്ന ചന്ദ്രൻ, തിളങ്ങുന്ന ചന്ദ്രൻ, വലിയ ആകൃതിയിലുള്ള ചന്ദ്രൻ, ലോകത്തെ മുഴുവൻ ആനന്ദിപ്പിക്കുന്നവനായ ചന്ദ്രൻ. ചന്ദ്രൻ എന്നുള്ള വാക്കിന്റെ അർത്ഥം തന്നെ അതാണ്, ആനന്ദിപ്പിക്കുന്നവൻ. അങ്ങനെയുള്ള ചന്ദ്രന്റെ മനോഹാരിത നിറഞ്ഞതായ മുഖത്തോടു കൂടിയവളാണ് സീത. പണ്ട് അയോധ്യയിലായിരുന്നപ്പോഴും ഇപ്പോൾ കാനനത്തിലായിരിക്കുമ്പോഴും യാതൊരു വ്യത്യാസവുമില്ല. അങ്ങനെ ചന്ദ്രനെ പോലെ തിളങ്ങുന്ന, സന്തോഷം കൊണ്ട് നിറയുന്ന മുഖത്തോടു കൂടിയവളായിട്ട് മനസ്സിൽ യാതൊരു ദൈന്യവുമില്ലാതെ, അധീനാത്മാ, യാതൊരു ദൈന്യവും ഹൃദയത്തിലില്ല. എങ്കിൽ അതിന്റെ ലാഞ്ചന മുഖത്ത് കാണും. അതില്ല. അങ്ങനെ ആത്മാർത്ഥമായി സന്തോഷിച്ച് സീത കാനനത്തില് കഴിയുന്നു.